ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവാക്കളിൽ അച്ചടക്ക നേതൃസേവന മനോഭാവങ്ങൾ വളർത്തുന്നതിൽ എൻസിസിക്ക് സുപ്രധാന പങ്കെന്ന് മൻ കി ബാത്തിന്റെ 116 പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിലൂടെ അമ്മയുടെ സാന്നിധ്യം എന്നും നിലനിർത്താനാകുമെന്ന് പ്രധാനമന്ത്രി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ശാക്തീകരണത്തിലും വായനശാലകൾ പ്രധാന ഘടകമാണെന്ന് മൻ കി ബാത്തിൽ പരാമർശം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. വാർത്തകൾ വിശദമായി. യുവാക്കളിൽ അച്ചടക്ക നേതൃസേവന മനോഭാവങ്ങൾ വളർത്തുന്നതിൽ എൻസിസിക്ക് വലിയ പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 116 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് എൻസിസിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തര പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എൻസിസി ദിനത്തെക്കുറിച്ച് പരാമർശിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. 2024 20 ലക്ഷത്തിലധികം യുവജനങ്ങളാണ് എൻസിസിയിൽ ചേർന്നതെന്നും ഇതിൽ 40% വനിതാ കേഡറ്റുകളാണെന്നും ശ്രീ മോദി പറഞ്ഞു. ദുരന്ത സാഹചര്യങ്ങളിൽ എൻസിസി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച അദ്ദേഹം സ്കൂൾ കാലത്ത് എൻസിസി കേഡറ്റായിരുന്ന തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും ചൂണ്ടിക്കാട്ടി. अब 2024 में 20 लाख से ज्यादा युवा एनसीसी से जुड़े हैं. गर्ल्स कैडेट्स की संख्या 40% हो गई है. मैं युवाओं से आग्रह करूंगा कि ज्यादा से ज्यादा संख्या में एनसीसी से जुड़े. आप किसी भी कैरियर में जाए, एनसीसी से आपके व्यक्तित्व निर्माण में बड़ी मदद मिलेगी. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ 162ാം ജന്മവാർഷികമായ ജനുവരി 12-ന് ദേശീയ യുവജന ദിനം വേറിട്ട രീതിയിൽ ആഘോഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം യുവ നേതൃസംവാദം എന്ന പേരിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ മഹാസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ശ്രീ മോദി അറിയിച്ചു. विकसित भारत के निर्माण में युवाओं का रोल बहुत बड़ा है. 12 जनवरी को स्वामी विवेकानंद जी की जयंती पर देश युवा दिवस मनाता है. अगले साल स्वामी विवेकानंद जी की 162वीं जयंती है. इस अवसर पर 11-12 जनवरी को दिल्ली के भारत मंडपम में युवा विचारों का महाकुंभ होने जा रहा है और इस पहल का नाम है വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ മുതിർന്ന പൌരന്മാർക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് യുവാക്കൾ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുതിർന്ന പൌരന്മാരെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാക്കാൻ അവർ മുൻകൈ എടുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന പൌരന്മാർക്ക് സൈബർ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിലും വായനശാലകൾ സുപ്രധാന ഘടകമാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുസ്തകങ്ങളുമായുള്ള സൌഹൃദം വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. കുട്ടികൾക്ക് വായിക്കുന്നതിനായി ചെന്നൈയിൽ ശ്രീരാം ഗോപാലൻ സജ്ജമാക്കിയ പ്രകൃത് അറിവകം വായനശാല, ഹൈദരാബാദിലെ ഫുഡ് ഫോർ തോട്ട് ഫൌണ്ടേഷൻ, ബീഹാറിലെ പ്രയോഗ് ലൈബ്രറി എന്നിവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ ഗയാന സന്ദർശിച്ച വിശേഷങ്ങൾ പങ്കുവച്ച പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ വംശജരെക്കുറിച്ചും പരാമർശിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന്റെ കഥകൾ പങ്കുവയ്ക്കാനും ഇന്ത്യൻ ഡയസ്പോറ സ്റ്റോറീസ് എന്ന ഹാഷ്ടാഗിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഇവ പങ്കിടാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഓറൽ ഹിസ്റ്ററി പ്രോജക്ട് എന്ന പേരിൽ രാജ്യവിഭജന കാലത്തെ ഇരകളുടെ അനുഭവങ്ങൾ ശേഖരിക്കുന്ന ദൌത്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ കയ്യിലുള്ള കൈയെഴുത്തു പ്രതികളോ ചരിത്രരേഖയോ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ സുരക്ഷിതമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ ഉപനിഷത്തുകൾ സ്ലൊവാക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പരാമർശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ 100 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ജനങ്ങളുടെ പരിശ്രമത്താലാണ് 5 മാസത്തിനുള്ളിൽ ഇത് സാധ്യമായതെന്നും ക്യാമ്പയിൻ മറ്റു രാജ്യങ്ങളിലും വ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പയിനു കീഴിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശ്രമങ്ങളെയും അദ്ദേഹം എടുത്തുകാട്ടി. അമ്മയുടെ പേരിൽ മരം നടുന്നതിലൂടെ
അവരുടെ സാന്നിധ്യം എന്നും നിലനിർത്താനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ കുരുവികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കുരുവികളുടെ സംരക്ഷണത്തിനായി വിവിധ സംഘടനകൾ ആരംഭിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചും ശ്രീ മോദി സംസാരിച്ചു. गोरैया को तमिल और मलयालम में कुरुवी, तेलुगु में पिचुका और कन्नड़ा में गुब्बी के नाम से जाना जाता है. बायोडायवर्सिटी को बनाए रखने में गोरैया का एक बहुत महत्वपूर्ण योगदान होता है. बढ़ते शहरीकरण की वजह से गोरैया हमसे दूर चली गई है. आज की पीढ़ी के ऐसे बहुत से बच्चे हैं जिन्होंने गोरैया को सिर्फ तस्वीरों या वीडियो में देखा है. ശുചിത്വ ക്യാമ്പയിനിലൂടെ രാജ്യത്തെ സർക്കാർ ഓഫീസുകളിലും ചുറ്റുപാടിലും അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫയലുകളും സ്ക്രാപ്പുകളും നീക്കം ചെയ്തതിലൂടെ ഓഫീസുകളിൽ ധാരാളം സ്ഥലം ലാഭിക്കാനായതായും അദ്ദേഹം പറഞ്ഞു. दशकों पुरानी फाइलों और स्क्रैप को हटाने के लिए एक विशेष स्वच्छता अभियान चलाया गया कि सरकारी विभागों में इस अभियान के अद्भुत परिणाम सामने आए हैं. साफ सफाई से दफ्तरों में काफी जगह खाली हो गई है. इससे दफ्तर में काम करने वालों में एक ओनरशिप का भाव भी आया है. अपने काम करने की जगह को स्वच्छ रखने की गंभीरता भी उनमें आई है. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും മാലിന്യത്തിൽ നിന്നും വരുമാനമുണ്ടാക്കുന്ന യുവ സംരംഭകരെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ഭാരതത്തിന്റെ ശുചിത്വ ക്യാമ്പയിന് ഊർജ്ജം പകരുമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 116ാം പതിപ്പ് ഉപസംഹരിച്ചത്. മൻ കി ബാത് പ്രശ്നോത്തരിയുടെ 4ാം സീസന്റെ തിരുവനന്തപുരം ജില്ലാതല മത്സരങ്ങൾക്ക് തുടക്കമായി. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടി മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ ടെസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളനത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സർക്കാർ തേടും. ശീതകാല സമ്മേളനം ഡിസംബർ 20 വരെ തുടരും. ഭരണഘടനാ ദിനം അനുസ്മരിക്കുന്ന നവംബർ 26-ന് പാർലമെന്റ് സമ്മേളനം ഉണ്ടാകില്ല. ഇന്ന് ഗുരു തേജ് ബഹാദൂറിന്റെ രക്തസാക്ഷിത്വ ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആത്മീയ വഴികാട്ടിയും ദേശസ്നേഹിയുമായിരുന്ന ഗുരു തേജ് ബഹാദൂർ മുന്നോട്ടുവച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പിന്തുടരണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തേജ് ബഹാദൂർ ധീരതയുടെയും നിസ്വാർത്ഥ ത്യാഗത്തിന്റെയും പ്രതീകമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇറ്റലിയിലെത്തും. G7 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ഇറ്റലിയിലെ ഫിഗിയിൽ എത്തുന്നത്. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. 3ാം ദിനം 2ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ് എന്ന നിലയിലാണ്. വിരാട് കോഹ്ലിയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. നിലവിൽ 405 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് ഉറപ്പിക്കാൻ കേരളം യോഗ്യതാ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ന് പുതുച്ചേരിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30-നാണ് മത്സരം. ഗോവയിൽ നടക്കുന്ന 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൌ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കളിൽ അച്ചടക്ക നേതൃസേവന മനോഭാവങ്ങൾ വളർത്തുന്നതിൽ NCCക്ക് സുപ്രധാന പങ്കെന്ന് മൻ കി ബാത്തിന്റെ 116ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിലൂടെ അമ്മയുടെ സാന്നിധ്യം എന്നും നിലനിർത്താനാകുമെന്ന് പ്രധാനമന്ത്രി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക ശാക്തീകരണത്തിലും വായനശാലകൾ പ്രധാന ഘടകമാണെന്ന് മൻ കി ബാത്തിൽ പരാമർശം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.